കോഴിക്കോട് ബീച്ച് ജനറൽ ആശുപത്രിയിൽ വെള്ളക്കെട്ട് എന്നൊരു വാർത്തയുണ്ട്. പുതിയ OP ടിക്കറ്റ് കൗണ്ടറിന് സമീപമാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. ഓടയിലെ തടസ്സമാണ് വെള്ളക്കെട്ടിന് കാരണമെന്നാണ് അധികൃതർ പറയുന്നത്. വിവരങ്ങളുമായി ശരത് SS ചേരുന്നു. ശരത്തെ, ഗുഡ് മോർണിംഗ്. ഈ വെള്ളക്കെട്ട് എങ്ങനെ രൂപപ്പെട്ടു? അവിടെ രോഗികൾക്കടക്കം വരണമെന്നുണ്ടെങ്കിൽ ഈ വെള്ളക്കെട്ട് താണ്ടി വേണോ വരാൻ? ഗുഡ് മോർണിംഗ് അരുൺകുമാർ. അതായത് ഇന്ന് രാവിലെ ജില്ലയിൽ ശക്തമായ മഴയുണ്ടായിരുന്നു. ഈ മഴയ്ക്ക് പിന്നാലെയാണ് ഇത്തരത്തിൽ ബീച്ച് ആശുപത്രിയിലെ OP ടിക്കറ്റിന് കൗണ്ടർ, അതായത് പുതിയ OP ടിക്കറ്റാണ് ബീച്ച് ആശുപത്രിയിലെ ഈ പുറകുവശത്തേക്ക് വരുന്നത്. ആ പുതിയ OP ടിക്കറ്റിന് കൗണ്ടറിന് സമീപത്താണ് ഇത്തരത്തിൽ വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ കാണുന്നൊരു സാഹചര്യം ആയിരുന്നില്ല ഒരു അല്പസമയം മുൻപ് വരെ. അതായത് ഇപ്പോൾ അധികൃതർ എത്തി ഈ വെള്ളക്കെട്ട് പരിഹരിക്കുന്ന നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ ഒരു സാഹചര്യം, വെള്ളം കുറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം. പക്ഷേ നേരത്തെ വരെ വലിയ രീതിയിൽ ടിക്കറ്റ് എടുക്കാൻ വരെ ആളുകൾക്ക് കടന്നു പോകാൻ കഴിയാത്ത രീതിയിൽ വെള്ളക്കെട്ട് രൂക്ഷമായിരുന്നു. വലിയ പ്രതിസന്ധിയായിരുന്നു. നിരവധി രോഗികൾ ഈ സാഹചര്യത്തിൽ വലയുന്ന ഒരു സാഹചര്യമാണ്. അതായത് ഈ ഭാഗത്ത് കോർപ്പറേഷൻ്റെ ഓട കടന്നു പോകുന്നുണ്ട്. ഈ ഓടയിൽ ഇത്തരത്തിൽ മാലിന്യങ്ങൾ ഉൾപ്പെടെ അടിഞ്ഞുകൂടി ഉണ്ടായ തടസ്സമാണ് വെള്ളക്കെട്ട് രൂക്ഷമാകാൻ സാഹചര്യമായത് എന്നുള്ളതാണ് അധികൃതർ പറയുന്നത്. നമുക്കിപ്പോൾ ഇവിടുത്തെ വാർഡ് മെമ്പർ ചേരുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്? വെള്ളക്കെട്ട് രൂക്ഷമാകാൻ കാരണം എന്താണ്? കോർപ്പറേഷൻ്റെ ഓടയ്ക്കകത്ത് പുറത്ത് വരുന്ന കുപ്പികളൊക്കെ തടഞ്ഞു നിന്നിട്ട് ഇതിൻ്റെ അകത്താണെങ്കിൽ നിറയെ പൈപ്പുകളാണ്. ആ പൈപ്പുകൾ മാലിന്യം തടഞ്ഞു നിന്നിട്ടാണ് ഈ രീതിയിലൊരു പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. പരിഹരിക്കാൻ നേരത്തെ തന്നെ നടപടികളൊന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് ഇത് കോർപ്പറേഷൻ്റെ ഓടയാണ് ഇതിൻ്റെ അകത്തൂടെ പോകുന്നത്. നമ്മൾ വാർഡ് ഫണ്ട് ഉപയോഗിച്ച് ഈ വാർഡിനകത്തുള്ള മുഴുവൻ ഓടകളും വൃത്തിയാക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഫണ്ട് പര്യാപ്തമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്തേക്ക് വരുന്ന മുഴുവൻ ഓടകളും നമുക്ക് വൃത്തിയാക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. എന്നാലും ഈ വർഷക്കാലത്ത് തന്നെ 3-4 തവണ ഈ രീതിയിൽ ഇവിടെ വെള്ളക്കെട്ട് ഉണ്ടായിരുന്നു. വെള്ളക്കെട്ട് ഉണ്ടാകുന്ന സമയത്തൊക്കെ എവിടെയാണോ വെള്ളക്കെട്ട് അവിടെ സ്ലാബ് മാറ്റി വെള്ളക്കെട്ട് മാറ്റുന്ന പണി എടുത്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഒരു 3 ആഴ്ച മുമ്പ് ഇവിടെ പൊക്ലൈനർ വെച്ചിട്ട് ഈ ഒരു ഏരിയയിൽ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി മഴക്കാലപൂർവ്വ ശുചീകരണത്തിന് എല്ലാ വാർഡിനും, കോർപ്പറേഷൻ്റെ 75 വാർഡിനും കിട്ടിയതുപോലെ 1,25,000 രൂപ എൻ്റെ വാർഡിനും കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപയോഗിച്ച് എനിക്ക് ഈ മുഴുവൻ ഓടകളും വൃത്തിയാക്കാനുള്ള ഒരു ഫണ്ട് ഉണ്ടായിരുന്നില്ല. എന്നാൽ കൂടി കസ്റ്റംസ് റോഡ് ഭാഗത്തുനിന്ന് വരുന്ന ഓട നല്ല രീതിയിൽ, അത്യാവശ്യം നല്ല രീതിയിൽ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ റോയലിൻ്റെ ഭാഗത്തുനിന്ന്, അതായത് മേയർ ഭവൻ്റെ പിൻവശം നിലവിൽ ഇപ്പോൾ ഇത് വെള്ളക്കെട്ട് പരിഹരിക്കാൻ എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? ഇന്നത്തെ ഒരു പ്രശ്നം കോർപ്പറേഷൻ്റെ ഭാഗത്ത് അറിയിക്കുകയും ഹെൽത്ത് ചെയർപേഴ്സണെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ സ്പെഷ്യൽ ഫണ്ട് അനുവദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എന്താ ഇത് വെള്ളം ഒഴിവാക്കാനുള്ള ഇപ്പോൾ നടപടികൾ എന്താ നടക്കുന്നത്? ഇപ്പോൾ ഇന്നത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നിലവിലിപ്പോൾ ഓടയിൽ ക്ലീനിങ് ആണോ? വെള്ളം കെട്ടി നിന്ന സ്ഥലത്തുള്ള ഡ്രെയിനേജിലെ ആ ഒരു ഭാഗം മാത്രം വൃത്തിയാക്കി ആണ് ഇന്ന് ചെയ്തിട്ടുള്ളത്. വാർഡ് മെമ്പറാണ് നമ്മളോട് പ്രതികരിച്ചിട്ടുള്ളത്. അവർ പറയുന്നത് ഇത്തരത്തിൽ താൽക്കാലികമായ നിലവിൽ ഇപ്പോൾ ഓട ക്ലീൻ ആക്കിയിട്ടുണ്ട്. പക്ഷേ അതും ഒരു ശാശ്വതമായ പരിഹാരമല്ല. വരും ദിവസങ്ങളിൽ മഴയൊക്കെ തന്നെ ശക്തമാവുകയാണെങ്കിൽ ഈ സമാനമായ രീതിയിൽ വെള്ളക്കെട്ട് രൂക്ഷമാകാനുള്ള സാധ്യതയുണ്ട്. നിരവധി രോഗികൾ, കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം ജില്ലയിലെ പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജ് കഴിഞ്ഞാൽ തന്നെ ഏറ്റവും കൂടുതൽ രോഗികൾ ചികിത്സയ്ക്ക് എത്തുന്ന ഒരു ആശുപത്രിയാണ് ബീച്ച് ആശുപത്രി. അതുകൊണ്ട് തന്നെ നിരവധി രോഗികൾ നിത്യേന വന്നു പോകുന്നതാണ്. ഇത്തരം ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അത് വലിയ ബുദ്ധിമുട്ടാണ്. നിരവധി രോഗികൾ അത് കോഴിക്കോട് നഗരത്തിൽ നിന്ന് മാത്രമല്ല ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ചികിത്സയ്ക്ക് എത്തുന്ന ഒരു ആശുപത്രിയാണ്. അത്തരത്തിൽ നിരവധി രോഗികൾ വരുമ്പോഴുണ്ടാകുന്ന പ്രതിസന്ധി അത് വലിയ രോഗികളെ വലയ്ക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ ഒരു നിലവിലെ സാഹചര്യം ആയിരുന്നില്ല നേരത്തെ അല്പസമയം മുമ്പ് വരെ ഇവിടെ ഉണ്ടായിരുന്ന വെള്ളക്കെട്ട്. 3 വെള്ളം ഉണ്ടായിരുന്നു. ആ രീതിയിൽ OP ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോലും കയറാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു ഉണ്ടായത്. നിലവിൽ എന്തായാലും അത് താൽക്കാലികമായി ഇപ്പോൾ കോർപ്പറേഷൻ അധികൃതർ എത്തി ഈ ഓട ക്ലീനാക്കി വെള്ളം ഇവിടുന്ന് ഒഴുകി പോകുന്നുണ്ട്. അത് താൽക്കാലികമായ പരിഹാരമാണ്. കൂടുതൽ ഫണ്ട് ഉൾപ്പെടെ അനുവദിക്കണമെന്നുള്ളതാണ് വാർഡ് മെമ്പറും നമ്മളോട് പ്രതികരിച്ചിട്ടുള്ളത്.